പ്പെട്ട കർഷക സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കുട്ടനാട്ടിലെ അല്ലെങ്കിൽ തൃശ്ശൂർ ഏത് ഭാഗത്തെ ആയിക്കോട്ടെ നെല്ല് എടുക്കുന്നതിന് മില്ലുകാർ നമ്മൾ കൊടുക്കേണ്ട ഒരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡം എന്താണെന്നും നമ്മൾ നെല്ല് എപ്പോഴാണ് കൊയ്യേണ്ടത് എന്നും പല കൃഷിക്കാർക്കും അറിയില്ല. അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോ വരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ഈ നെല്ല് എപ്പോഴാണ് കൊയ്യേണ്ടതെന്നുള്ള ഒരു കണക്ക് പറയാം. നമ്മുടെ സാധാരണ നെൽപ്പാടത്തിൽ സാധാരണ നമ്മൾ കൃഷി ചെയ്യുന്നത് ഉമ എന്ന് പറഞ്ഞ നെൽവിത്താണ്, D1. അപ്പം D1 എന്ന് പറയുന്ന ഒരു നെല്ല് നമ്മൾ പറയുന്നതിൻ്റെ ഒരു ഡേറ്റ് എന്ന് പറഞ്ഞാൽ 120 ദിവസമാണ്. 120 ദിവസമാണ് അതിൻ്റെ ഒരു ഡേറ്റ് നമുക്ക് ഈ വേനൽക്കാലത്ത് പറയുന്നത്. മഴക്കാലത്ത് 130 ദിവസമാകും. അപ്പം അത് അതിൻ്റെ ഒരു ജീവിത കാലഘട്ടത്തിൽ എത്ര ദിവസം നല്ല രീതിയിൽ അതിന് സൂര്യപ്രകാശം കിട്ടി എന്നതിനെ കണക്കുകൂട്ടിയാണ് അതിൻ്റെ വിളവ് നിശ്ചയിക്കുന്നത്. ഇപ്പം നമുക്ക് ഈ ഒരു നെൽച്ചെടിയുണ്ട്. ഇത് എൻ്റെ ഒരു നെൽച്ചെടിയാണ്. ഈ ഒരു നെൽച്ചെടിയിൽ അവസാനം വന്നിരിക്കുന്ന ഈ കതിര് കണ്ട് അവസാനം വന്നിരിക്കുന്ന ഈ കതിരിൽ ഈ 2 നെല്ല് പച്ചയായിട്ട് നിൽക്കുവാണെങ്കിൽ നമ്മുടെ നെല്ല് കൊയ്യാൻ പ്രായമാകും. അപ്പോൾ ഇതേതാണ്ട് ഞങ്ങളുടെ ഇപ്പം ഈ നെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെത് ഒരു 103-105 ദിവസം പ്രായമായ നെൽച്ചെടിയാണ്. ഇപ്പോൾ ഒരു 15 ദിവസമൂടെ കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഈ നെല്ല് കൊയ്യാം. അപ്പം തൃശ്ശൂർ ഞങ്ങളുടെ ഇതിലെ ഡ്രം സീഡർ കൃഷി ചെയ്യുന്ന കൃഷിക്കാരൻ ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ഇവിടെ മില്ലൊക്കെ അലോട്ടായി, പക്ഷേ മില്ലിൻ്റെ ഏജൻറ്റ് വന്നിട്ട് പറഞ്ഞു 125 മുതൽ 130 ദിവസം ആകുമ്പോഴേ കൊയ്യാവുള്ളെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും ചൂട്, അന്തരീക്ഷ ഊഷ്മാവ് ഇത്രയും 35 ഡിഗ്രിക്ക് അടുത്ത് ചൂട് വന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇവർ ഈ 125 കഴിഞ്ഞ് കൊയ്യാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ പകുതി നെല്ലും കണ്ടെത്തിപ്പോവും. അപ്പം നിങ്ങൾക്ക് അവിടെ ഡിപ്പാർട്ട്മെൻറ്റിലെ പാടി ഓഫീസറെയോ ആരെയും കൊണ്ടൊന്ന് ഫീൽഡ് കാണിച്ചിട്ട് അവരുടെ ഒരു തീരുമാനം എടുത്തിട്ട് നിങ്ങൾ കറക്റ്റ് സമയത്ത് നെല്ല് കൊയ്യാൻ നോക്കുക. അല്ലാതെ നിങ്ങൾ കൊയ്യാനായിട്ട് ഇങ്ങനെ ലേറ്റ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രയോജനമില്ല. ഇതിൻ്റെ നേട്ടങ്ങൾ മുഴുവൻ ആ മില്ലിൻ്റെ ഏജൻറ്റും അല്ലെങ്കിൽ ഉടമസ്ഥനും കൊണ്ടുപോകത്തുള്ളൂ. കാരണം മൂപ്പ് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ കൊയ്ത്ത് മിഷൻ മുട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഈ നെല്ല് പൊഴിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അത് തന്നെയല്ല, ഇതിൻ്റെ കൊന്തൊടിഞ്ഞു പോയി കഴിഞ്ഞാൽ, ഇതിൻ്റെ തല ഇങ്ങനെ ഒടിഞ്ഞ് താഴോട്ട് വീണ് കഴിഞ്ഞാൽ പകുതിയും നെല്ല് തെറിച്ചു പോകും. നമുക്കിത് കൊയ്യുന്നതിനേക്കാൾ മുന്നേ ഇത് ദൂരേക്ക് തെറിച്ചു പോകും. കണ്ടോ, ഇത് സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് സാധനം ഒടിഞ്ഞു പോകും. അപ്പം അത് വരാതെ നോക്കേണ്ടത് അതിന് കൃഷിക്കാരന് കൃത്യമായിട്ടൊരു അറിവില്ലാത്തതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ആ ഫീൽഡിൽ നിന്ന് കയറിപ്പോകുന്നത്, അത് നെല്ലൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് നാം ഫീൽഡിലോട്ട് പോയത്. ഞാൻ അടുത്തായിട്ട് പറയാൻ പോകുന്നത് നമ്മുടെ സിവിൽ സപ്ലൈസും മില്ലുകാരുമായിട്ട് നമ്മളൊരു വ്യവസ്ഥയുണ്ട്. അതായത് നമ്മുടെ പാടശേഖരത്തിൽ നെല്ലെടുപ്പിൻ്റെ ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ ഉടനെ QC ചെക്ക് ചെയ്യാൻ പറയും. ഈ QC ചെക്ക് ചെയ്യാനായിട്ട് അവർ പറയുന്ന ഒരു മാനദണ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൈവം 1%, അജൈവം 1%, പിന്നെ പാകമാകാത്തതും ചുരുങ്ങിയതും, അതെ കേടായതും കീടബാധ ഏറ്റതും മുളച്ചതും എല്ലാം കൂടെ 4% പറയുന്നത്. ഈ 4%-ൽ 1% കൂടിക്കഴിഞ്ഞാൽ അതിന് നമ്മൾ 1 കിലോ കിഴു കൊടുക്കണം. അടുത്തത് പാകമാകാത്തതും ചുരുങ്ങിയതും, അതും പറയുന്നത് 3%. ഈ 3%-ൽ കൂടുതൽ എത്ര ശതമാനം വരുന്നോ അതിനെല്ലാം ഓരോ കിലോ കിഴു കൊടുക്കണം. പിന്നെ പിന്നെ വരുന്നത് എന്ന് വെച്ചാൽ നിറം മാറിയത്, പിന്നെ താഴ്ന്ന ഇനങ്ങളുടെ കലർപ്പ് 6% വരെ ആകാം. അതിനും മേളിലോട്ട് പോയാൽ അതിന് നമ്മൾ ഓരോ കിലോ കിഴു കൊടുക്കണം. പിന്നെ സത്യത്തിൽ യഥാർത്ഥ കൃഷിക്കാർക്ക് അറിയാവുന്ന ഒരേ ഒരു കാര്യം എന്നാണെന്നറിയോ, മോയ്സ്ചർ 17% ആണെങ്കിൽ അത് മാത്രമേ നോക്കത്തുള്ളൂ. അതിൽ മോയ്സ്ചർ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതാണ് കിഴുവിൻ്റെ മാനദണ്ഡമാണ് എല്ലാ കൃഷിക്കാരുടെയും ധാരണ, അല്ല പ്രായമുള്ളവരുടെയൊക്കെ ധാരണ. പക്ഷെ അതല്ല. അതാണ് ഇപ്പം നമ്മൾ സാധാരണ നെല്ലെടുപ്പിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് ഇപ്പോൾ പൊതുവെ കണ്ടുവരുന്നൊരു സാഹചര്യമാണ്. നമ്മൾ പാടം അലോട്ട് ചെയ്ത് ഒരു മില്ലുകാരനെ വിളിച്ചു, അവർ വരും. അവർ ആദ്യം വിളിക്കും, ചിലപ്പോൾ അവർ കൊയ്ത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് അവർ ജസ്റ്റ് നെല്ല് നോക്കാൻ പോലും വരത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ 2-3 ദിവസം മറുപടി ഒന്നും പറയാതിരിക്കും. ഇങ്ങനെ 3-4 ദിവസം കഴിയുമ്പോഴേ നമ്മൾ കൊയ്തിട്ട നെല്ല് ഈ QC എടുക്കാനായിട്ടൊരു തീരുമാനം ഉണ്ടെങ്കിൽ കൊയ്ത് അന്ന് തന്നെ എടുക്കണം.
അല്ലാതെ ഒരു 3-4 ദിവസം ഇട്ട് ഈ നെല്ലിനെ ഈ കൊയ്തു വരുന്ന നെല്ലിനെ നമ്മൾ മൂട കുത്തിയിട്ട് ഒരു 3-4 ദിവസം കഴിയുമ്പോൾ ഇന്ന് കണ്ട മോയ്സ്ചർ ആയിരിക്കത്തില്ല നാളെ കാണുന്നത്. എപ്പോഴും നമുക്ക് സംഭവിക്കുന്ന പ്രശ്നമാണ് ഇതൊരു സമ്മർദ്ദം ഉണ്ടാക്കിയിട്ട് ഇതിനെ കൊണ്ട് നമ്മൾ കൊയ്തുകൊണ്ടിട്ട് അന്ന് തന്നെ ഇത് എടുത്തു മാറാനുള്ള ഒരു സജ്ജീകരണം നമ്മൾ ഇണക്കിയില്ലെങ്കിൽ ഓരോ ദിവസം കഴിഞ്ഞിട്ട് അവസാനം ഡിപ്പാർട്ട്മെന്റിൽ നാള് വരുന്നു, 5 ദിവസം 6 ദിവസം കഴിയുമ്പോഴത്തേക്കാണ് QCക്ക് സാമ്പിൾ എടുത്തു പോകുന്നത്. ഈ സാമ്പിൾ എടുത്ത് പോയിട്ട് അതിന്റെ റിസൾട്ട് കിട്ടാൻ 2 ദിവസം വരെ എടുക്കും. ഇപ്പൊ എത്ര ദിവസം കയ്യിൽ പോയി. അപ്പൊ പിന്നെ നമുക്ക് കൊയ്തു വരുന്ന നെല്ല് കൊണ്ട് കുത്താനുള്ള സ്പേസ് പോലും ഇല്ലാതെ വരും. പറയുന്ന സമ്മർദ്ദത്തിൽ നമ്മൾ അവസാനം നെല്ല് കൊടുത്തിട്ട് തീരേണ്ട അവസ്ഥയിലാണ് കാര്യങ്ങൾ. കഴിഞ്ഞ വർഷവും അതിന് മുമ്പത്തെ വർഷവും ഞങ്ങൾ അനുഭവിച്ചതാണ്. ഈ വർഷമെങ്കിലും അത് വരാതിരിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യണം എന്ന് നമ്മൾ തീരുമാനിക്കും. കഴിവതും ഈ മോയ്സ്ചറിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പറ്റുന്ന ഏറ്റവും നല്ലൊരു മാർഗം ഒരു 9 മണിക്ക് ശേഷം കൊയ്യാനായിട്ട് ശ്രമിക്കുക. 9 മണിക്ക് ശേഷം കൊയ്യുന്ന നെല്ല് നിങ്ങൾക്ക് എത്രത്തോളം നീളത്തില് ഓരോ പ്രാവശ്യം നെല്ല് കുത്തുന്നത് അത് നീളത്തിൽ ആ കൊയ്ത്ത് മെഷീനെ കൊണ്ട് ഓടിച്ച് ഇടുക. അപ്പം അടുത്ത ടാങ്ക് നിറയാൻ പോകുന്ന സമയം ഈ നെല്ല് കാറ്റും കൊണ്ട് പച്ചയായിട്ടുള്ള നെല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അതുമെല്ലാം ഒന്ന് ഉണക്ക് തട്ടി ക്ലിയർ ആയിട്ട് പിന്നെ അതിന്റെ മൂട അടിച്ച് വൃത്തിയാക്കി കൊടുക്കുക. ഈ പച്ച കച്ചിയുടെ തണ്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നെല്ലിനകത്തെ മോയ്സ്ചർ കൂട്ടിക്കും, അതും കുഴപ്പമാണ്. പിന്നെ ഇവര് ഈ QC ചെക്ക് ചെയ്യാൻ വരുന്നത് ഇപ്പോൾ 1500 ഏക്കറുള്ള ഒരു പാടശേഖരമാണ്. പല സ്ഥലത്തു നിന്ന് പോയി ഓരോ മൂടേന്നായിരിക്കും ഓരോ പിടി എടുക്കുന്നത്. ഓരോ പിടി നെല്ലെടുത്തുകൊണ്ട് വന്നിട്ട് അത് മൊത്തം കൂടെ കൂട്ടിക്കുഴച്ചിട്ട് അതിൽ നിന്നാണ് വീണ്ടും അതിനെ ചെറുതാക്കി ഒരു 10 എണ്ണം എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് കേടായത് എത്ര ഇതെല്ലാം കൂടെ മാറ്റിയിട്ടാണ് ചിലപ്പോൾ 2 നെല്ലേലായിരിക്കും അതിന്റെ കിഴിവിന്റെ വ്യത്യാസം സംഭവിക്കുന്നത്. അങ്ങനെയാണ് ഇത് ചെക്ക് ചെയ്യുന്നത്. പക്ഷെ ഇതിനകത്ത് വരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒരു കൃഷിക്കാരൻ മോശമായ നെല്ല് എവിടെയെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടുന്ന് വാരുന്ന അതും കൂടെ ഈ ബാക്കിയുള്ള മൊത്തം പാടശേഖരത്തിലെ എല്ലാ കൃഷിക്കാരെയും ബാധിക്കുന്ന രീതിയിലേക്കാണ് അതിന്റെ കണക്ക് പോകുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഒരു 9 മണിക്ക് ശേഷം കൊയ്യുക. അത് നല്ല വെയിലുള്ള സമയത്ത് നീളത്തിൽ പൊലി കുത്തുക. അതൊരു 7 മണി വരെ കൊയ്യുക. സന്ധ്യയ്ക്ക് ഒരു 8 മണി 9 മണി വരെ കൊയ്താൽ അത്ര മോയ്സ്ചർ കാണിക്കത്തില്ല. പക്ഷെ വെളുപ്പിനെ ഒരു 7 മണിക്ക് കൊയ്യുന്ന നെല്ലിനായിരിക്കും ഏറ്റവും കൂടുതൽ മോയ്സ്ചർ കാണിക്കുന്നത്. ആ മഞ്ഞും വെള്ളം തോർന്നതിന് ശേഷം കൊയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ചെയ്യാമെങ്കിൽ അതിനെ കുറേയൊക്കെ നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പറ്റും. അതിന്റെ മൂട അടിക്കുക. പിന്നെ മെയിനായിട്ടും നമുക്ക് വരുന്ന ഈ കൊയ്ത്ത് മിഷനും ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് സംഭാവന ചെയ്യുന്നുണ്ട്. ഈ നല്ല പേറ്റിംഗ് കപ്പാസിറ്റി ഇല്ലാത്ത മെഷീനറികളാണ് ഈ പ്രശ്നങ്ങൾ മുഴുവനായിട്ടും കാണിക്കുന്നത്. ഇപ്പം വരുന്ന കൊയ്ത്ത് മെഷീനുകളൊക്കെ ചിലതൊക്കെ കണ്ടം ചെയ്തിട്ട് അത് വലിയ മുതലാളിമാർ അത് ഏറ്റെടുത്തിട്ട് അവസാനം അത് മറിച്ച് വിറ്റിട്ട് ചിലപ്പം ഒരപ്പനും മക്കളും അങ്ങനെ ഒരു 5-6 പേരുമായിട്ടൊക്കെ ഒരു വണ്ടി ഒക്കെ ആയിട്ട് അതുങ്ങൾ ഇങ്ങനെ നടക്കുക. അപ്പൊ അത് വരുമ്പോഴത്തേക്കാണ് കൂടുതൽ സമയവും അതിന്റെ പേറ്റിങ് കറക്റ്റ് ആകാതെ വരുന്നത്. വെച്ചാൽ ഈ കൊയ്ത് കഴിഞ്ഞു പോകുമ്പോഴത്തേക്ക് ഈ നനഞ്ഞ നെല്ലോ വീണ നെല്ലോ കൊയ്ത് കഴിയുമ്പോൾ ഇതിന്റെ ഫിൽട്ടർ അടഞ്ഞു പോകും. ഈ ഫിൽട്ടർ അടഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിന്റെ പേറ്റിങ്ങും കറക്റ്റ് ആകത്തില്ല, കച്ചിക്കകത്ത് നെല്ല് കണ്ടത്തിലും പോകും. ഇതൊക്കെ കൃഷിക്കാരൻ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. നിങ്ങളുടെ ഫീൽഡിലേക്ക് ഒരു കൊയ്ത്ത് മെഷീനുമായിട്ട് അവർ ഇറങ്ങുന്നതിനൊക്കെ മുന്നേ ആദ്യം അതിന്റെ ഫിൽട്ടർ ക്ലിയർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഫിൽട്ടർ ഇല്ലെങ്കിൽ അവരോട് പറയാം അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഓടിച്ചാൽ മതി എന്ന് പറയുക. അങ്ങനെ ഇപ്പൊ മത്സര ഓട്ടം വരുമ്പോഴത്തേക്ക് അവരിതൊന്നും നോക്കത്തില്ല. എന്നിട്ട് ഈ നെല്ല് മുഴുവൻ കണ്ടത്തിലും പോവും. ഈ വരുന്ന നമ്മൾ കൊയ്തിടുന്ന നെല്ലിനകത്ത് കുറെ പതിരും അതും ഇതും എല്ലാം കൂടെ വരും. എന്നിട്ട് ഇത് അവസാനം ഇതെല്ലാം കൂടെ നമുക്ക് വലിയ ബാധ്യതയായിട്ട് വരും. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ പകുതി പ്രശ്നങ്ങളിൽ നമുക്ക് തലയൂരാൻ പറ്റും. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.